ഒരു ബാരലിനുള്ളിലെ മൃതദേഹം. 30 കൊല്ലത്തിന് ശേഷം താൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി പോരാടിയ ഒരു മൃതദേഹത്തിന്റെ കഥ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1999 സെപ്റ്റംബർ 2 അമേരിക്കയിലെ ന്യൂയോർക്കിനടുത്തുള്ള ജെറിക്കോ എന്ന സ്ഥലത്ത് വളരെ ശാന്തമായി പോയിരുന്ന ഒരു സ്ഥലം. അവിടെ തന്റെ വീട് വിറ്റ് കുട്ടികളെല്ലാം വലുതായിരിക്കുന്നു, കുട്ടികൾക്കെല്ലാം 8-10 വയസ്സായല്ലോ. അപ്പോൾ നമുക്ക് വലിയൊരു വീട്ടിലേക്ക് താമസം മാറാം, അതുകൊണ്ട് ഈ ഉള്ള വീട് വിറ്റ് നമുക്ക് വേറൊരു വീട് വാങ്ങാം എന്ന് വീട്ടുടമസ്ഥനായ റെനോ കരുതുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുമായി സംസാരിച്ച് വീട് കാണാൻ വളരെ സുന്ദരമായ, വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് ഉള്ള ഒരു വീട് വിൽക്കുന്നതിന് വേണ്ടി എന്തായാലും നല്ല ഒരു വില കിട്ടും എന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റും പറയുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം മാറ്റിയിട്ട് വേണം പുതിയ ആളുകളെ കൊണ്ടുവന്ന് കാണിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം, അതിനുവേണ്ട ആളുകളെ ഞാൻ അയക്കാം എന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റും പറയുന്നു. അങ്ങനെ ഈ വീട് ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വേണം വിൽക്കാൻ എന്ന് കരുതി ഈ വീട്ടുടമസ്ഥൻ ആളുകളെ കൊണ്ടുവരുന്നു. അങ്ങനെ വീട്ടുടമസ്ഥൻ ആളുകളെ കൊണ്ടുവന്ന് ഈ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിനെ വൃത്തിയാക്കാൻ വന്ന ആളുകൾ പറയുന്നു, താഴത്തെ നിലയിൽ, അതായത് താഴത്തെ ഭാഗത്ത് ഒരു ബാരൽ കിടക്കുന്നുണ്ട്, ആ ബാരൽ ഞങ്ങളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് അത് പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ മേലെ ഒരു ലേബൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതാ ഒന്നുകിൽ ആ മുനിസിപ്പാലിറ്റിക്കാർ എടുത്തു കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് അത് ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ഡംപിങ് യാർഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ എന്തായാലും വന്ന് ഈ വീട്ടുടമസ്ഥൻ വന്ന് ഈ ബാരൽ ഒന്ന് നോക്കുന്നു. ബാരൽ നോക്കുന്ന സമയത്താണ് ഇത് വളരെ ഘനമേറിയ ഒരു വസ്തു. എന്തായാലും വീട്ടുടമസ്ഥൻ തന്റെ സുഹൃത്തിനെയും കൂട്ടി ഈ ബാരൽ ഒന്ന് പൊളിച്ചു നോക്കുന്നു. അങ്ങനെയാണ് ഒരു വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്ന ആ ബാരൽ പുറത്തു വരുന്നത്. ആ ബാരൽ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് വല്ലാത്ത ഒരു ദുർഗന്ധവും വല്ലാത്ത ഒരു മനം പിരട്ടുന്ന ഒരു മണവും എല്ലാം ചേർന്ന് ആ വീട്ടുടമസ്ഥൻ ആകെ ബോധം കെടുന്ന അവസ്ഥയിലേക്ക്. എന്തായാലും അതൊന്ന് വലിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് അതിനുള്ളിൽ ഒരു ഷൂ ഒരു കാലോട് കൂടി കിടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ പിന്നോട്ട് മാറി അയാൾ മലന്നടിച്ച് വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. ഇയാൾ ആകെ ഏകദേശം ബോധം കെട്ട അവസ്ഥയിലാണ്. കാരണം ഇത്രയും കാലം തന്റെ വീടിന്റെ താഴെ കുട്ടികൾ ഒളിഞ്ഞു കളിച്ചിരുന്ന ഒരു ബാരൽ താൻ പോലും എപ്പോഴൊക്കെയും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതിനുള്ളിൽ ഒരു മൃതദേഹമായിരുന്നു. എന്താണ് അതിന് മുഴുവനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ വീട്ടുടമസ്ഥൻ ആകെ കൂടി ഒരു ബോധം കെട്ട അവസ്ഥയിലായിരുന്നു. എന്തായാലും പോലീസ് എത്തി. കാര്യങ്ങളൊക്കെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞു തുടങ്ങി, ആളെല്ലാം കൂടി തുടങ്ങി. അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. എന്തായാലും പട്രോളിംഗ് പോലീസുകാർ ഉടനെ തന്നെ ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവിനെ അറിയിച്ചു. ഡിറ്റക്റ്റീവ് വന്നു. ഈ ബാരൽ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഏകദേശം ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഇത് പെട്ടെന്നൊന്നും തെളിയാൻ പോകുന്നില്ല. കാരണം ഇതിനുള്ളിൽ ഉള്ള മൃതദേഹം തിരിച്ചറിയാൻ വയ്യാത്ത വിധം ഒന്ന് മമ്മിഫൈഡ് പോലെ ആയിരിക്കുന്നു. അതും പോരാത്തത് ഇതിന് കൂടുതലായിട്ട് ഇവിടെ വെച്ച് തന്നെ ഇതിനെ പരിശോധിക്കാൻ കഴിയില്ല. എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ ആളുകളെ കൊണ്ടുവന്ന് ഇതിനെ പാക്ക് ചെയ്ത് അങ്ങനെ തന്നെ വണ്ടിയിൽ കയറ്റി ഇവരുടെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഫോറൻസിക് ലാബിലെത്തി ഇവർ നോക്കുമ്പോൾ ഫോറൻസിക് ലാബിലെത്തി ഈ ബാരൽ, അതായത് 55 ഗാലൻ ഉള്ള ഒരു വലിയ ഇരുമ്പ് ബാരലാണ്. ഈ 55 ഗാലൻ ഉള്ള ഇരുമ്പ് ബാരൽ ഇറക്കാനും കയറ്റാനും തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും ഫോറൻസിക് ലാബിൽ കൊണ്ടുവന്ന് ഈ ലാബിൽ നിന്നും ഇത് ഒരു പ്രത്യേക പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റണം. ഇവർ നോക്കിയിട്ട് ഇതിൽ ഒരു പച്ച കളറുള്ള ഒരു ദ്രാവകമാണുള്ളത്. ഇതുവരെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ആരും തന്നെ മൃതദേഹത്തിനോടൊപ്പം ഇങ്ങനെയുള്ള ഒരു പച്ച ലായനി കണ്ടിട്ടില്ല. എന്തായാലും ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും ഇതൊരു വലിയ തലവേദനയാകുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഇവർ ഇതിനെ മറച്ചിട്ട് ഇതിനുള്ളിലുള്ള ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങി. മൃതദേഹം വളരെ പെട്ടെന്നൊന്നും പുറത്തു വന്നില്ല. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ട് വളരെ നേരത്തിന് ശേഷം ആ മൃതദേഹം പുറത്തെടുത്തു. അപ്പോഴാണ് ഇവർ ഞെട്ടിയത്. കാരണം ഈ ബോഡി ഇതിനുള്ളിൽ കിടന്ന് ഒരു മമ്മിഫൈഡ് ആയിരിക്കുന്നു. തോലുകളെല്ലാം തന്നെ ലെതർ രൂപത്തിലേക്ക് മാറി വളരെ കട്ടി കൂടിയ ഒരു ആവരണമായി മാറിയിരിക്കുന്നു. ഇതിനോടൊപ്പമുള്ള ഈ പച്ച ലേയനി എന്തായിരിക്കുമെന്ന് ഇവർക്ക് യാതൊരു നിവൃത്തിയുമില്ല. കൂടുതൽ കുറെ പ്ലാസ്റ്റിക് പെല്ലറ്റുകളും ഇതിനോട് കൂടെ
നിറച്ചിരിക്കുന്നു. അതായത് ഈ ബാരൽ മുഴുവനായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറെ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പെല്ലറ്റുകളും നിറച്ചിരിക്കുന്നു. എന്തായാലും ഇവർ ഇതിനെ ഒരു ഭാഗത്ത് ഈ മാറ്റിവെച്ചു, കൂടുതൽ പരിശോധനകൾ നടത്തണമല്ലോ. ഇതേ സമയത്ത് ഡിറ്റക്റ്റീവ് പോയി ഈ വീട്ടുടമസ്ഥനെ ചോദ്യം ചെയ്യുന്നു. എന്തായാലും വീട്ടുടമസ്ഥനെ ചോദ്യം ചെയ്യുമ്പോൾ ഡിറ്റക്റ്റീവിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഇയാൾ ചെയ്തതായിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇത്രത്തോളം പേടിച്ച് വിറച്ച് ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല എന്നാണ് ആ ഡിറ്റക്റ്റീവ് പിന്നീട് ഒരു മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുകാർ ഇതിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ മൃതദേഹം ഒരു സ്ത്രീയുടേതാണ്. ആ ഡ്രസ്സുകൾ 1999 ഫാഷനുമായി യാതൊരു വിധത്തിലും ഒത്തുപോകുന്നില്ല. ഇത് ഏകദേശം ഒരു 10-30 കൊല്ലം പഴക്കമുള്ള 1960കളിലെ ഒരു ഫാഷനാണ്. എന്തായാലും ഒരു തീരുമാനത്തിലെത്തി, ഈ മൃതദേഹം 1960-70 കാലഘട്ടങ്ങളിൽ ഉള്ളതായിരിക്കാം. അങ്ങനെ ഇവർ ഇതിന്റെ കൂടുതൽ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, കൊലപാതകം ഒന്നല്ല രണ്ടാണ്. കാരണം ഈ സ്ത്രീ 9 മാസം ഗർഭിണിയായിരുന്നു. അങ്ങനെ 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെയാണ് ഈ ബാരലിൽ അടക്കം ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നു, കൂടുതൽ പരിശോധനകൾ നടത്തുന്നു. ഉറക്കമില്ലാത്ത രാത്രികളായി ഡിറ്റക്റ്റീവിന്റെ ജീവിതം മാറുന്നു. അങ്ങനെ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ, അതായത് ന്യൂയോർക്ക് നഗരത്തിലെ മുഴുവൻ പോലീസുകാരും ഏകദേശം ഇതിന് പിന്നിൽ തന്നെയാണ് എന്ന് പറയാം. കാരണം ഇത് ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആരാണ് ഇതിൽ ഈ ബാരലിൽ കിടക്കുന്ന സ്ത്രീ എന്നറിയണമല്ലോ, എന്നാലേ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഇവർക്ക് ഇതിന്റെ കൂടെ ചില വസ്തുക്കൾ കൂടെ കിട്ടുന്നു. ഒന്ന്, പ്ലാസ്റ്റിക്കിന്റെ ഒരു പൂച്ചെടി, പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു പൂച്ചെടി. ഈ സ്ത്രീയുടെ ഒരു ഹാൻഡ് ബാഗിൽ നിന്നും സാധാരണ സ്ത്രീകളിൽ നിന്നും കിട്ടാറുള്ളത് പോലെ തന്നെ ലിപ്സ്റ്റിക്ക്, മറ്റു വസ്തുക്കളെല്ലാം ഇങ്ങനെ സ്ത്രീയുടെ ഉപയോഗത്തിനുള്ള വസ്തുക്കൾ. ഇതിന്റെ കൂടെ ഒരു ചെറിയ ഫോൺ ബുക്കും ഇതിന്റെ കൂടെ ലഭിക്കും. ഈ ഫോൺ ബുക്ക് കണ്ടപ്പോൾ തന്നെ ഈ ഡിറ്റക്റ്റീവിനും ബാക്കിയുള്ള പോലീസുകാർക്കും സന്തോഷമായി. കാരണം എന്തായാലും ഫോൺ ബുക്കിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുമല്ലോ. ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. കാരണം ഈ ഫോൺ ബുക്ക് പുറത്തെടുത്ത് വിരൽ താത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ളിലേക്ക് വിരൽ കയറിപ്പോകുന്ന തരത്തിലേക്ക് ഈ ആസിഡിലും ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും വന്ന ഈ അളിഞ്ഞു ചേർന്ന ഈ ജീവന്റെ സാന്നിധ്യമുള്ള ലിക്വിഡിൽ നിന്നും എല്ലാം ആ പുസ്തകത്തിലേക്ക് വിരലുകൾ താഴ്ത്താൻ കൈകൾ താഴ്ന്നു പോകുന്ന രീതിയിലായി. എന്തായാലും ഡിറ്റക്റ്റീവുകൾ ഒരു കാര്യം തീരുമാനിച്ചു, ഫോറൻസിക്കാരുടെ നിന്ന് എങ്ങനെയെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുമോ. ഫോറൻസിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഞങ്ങളിത് ഒന്ന് നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം എന്നല്ലാതെ ഉറപ്പ് ഞങ്ങൾ പറയുന്നില്ല. അവർ ഇതിനെ ഓവനിൽ വെച്ച് ഉണക്കിയെടുക്കുക എന്ന ഒരു പ്രൊസീജിയറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ സ്ത്രീയുടെ പല്ല് നോക്കുന്ന സമയത്താണ് ഇതിലൊരു 3 പല്ലുകൾ സ്വർണം കെട്ടിയതായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, അമേരിക്കയിൽ ആരും തന്നെ സ്വർണം കെട്ടിയ പല്ലുകൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ സ്വർണം കെട്ടിയ പല്ലുകൾ ഉപയോഗിക്കുന്നത് എന്തായാലും വടക്കേ അമേരിക്കയിലുള്ളവരായിരിക്കില്ല, അത് തെക്കേ അമേരിക്കയിലുള്ളവരായിരിക്കും. അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, അന്വേഷണം അത്ര എളുപ്പമാകില്ല. കാരണം 1960കളിൽ ധാരാളം പേർ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടിയേറ്റക്കാരിയായിരിക്കാം ഇത് എന്നവർ കാര്യം വളരെ കൃത്യമായി ഉറപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് അന്വേഷണം വളരെ മോശമായിരിക്കുമെന്ന് തന്നെ ഡിറ്റക്റ്റീവിന് ഉറപ്പായി. അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക്. എന്തായാലും ഈ വ്യക്തിയുടെ ഡീറ്റെയിൽസ് കിട്ടണം. അതിനു മുൻപ് ആ ഒരു ബാരലിന്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്നത് പ്രധാനമാണ്. എന്തായാലും ആ ബാരലിനെ കുറിച്ച് ഇവർ അന്വേഷണം നടത്തി. ആ ബാരലിൽ കണ്ട ചില അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇവർ ഏത് കമ്പനിയിലാണ് ആ ബാരൽ നിർമ്മിച്ചത് എന്ന് അന്വേഷിച്ചു. ആ ബാരൽ നിർമ്മിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഡൈ, അതായത് പച്ച കളറിലുള്ള പ്ലാസ്റ്റിക് ഡൈ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. എന്തായാലും ആ കമ്പനി, ഇത് കൊടുത്ത കമ്പനി നിലവിൽ നിൽക്കുന്നതിനാൽ ആ അന്വേഷണം എളുപ്പമായിരുന്നു. ആ അന്വേഷണത്തിൽ ഇവർ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു. അത് മെൽറോസ് പ്ലാസ്റ്റിക് എന്ന കമ്പനിയിലേക്ക് ഞങ്ങൾ നൽകിയ ഒരു ബാരലിന്റെ ഭാഗമാണ്. അതിൽ കിട്ടിയ നമ്പറിൽ അനുസരിച്ച് അവരുടെ പഴയ ലെഡ്ജറുകൾ തപ്പിപ്പിടിച്ചെടുത്തപ്പോൾ കിട്ടിയത് മെൽറോസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു പഴയ പ്ലാസ്റ്റിക് കമ്പനിയിലേക്ക് പോയ ബാരലാണ്. ആ കമ്പനിയെ നിർമ്മിച്ചിരുന്നത് അന്നത്തെ പ്ലാസ്റ്റിക് ബൊക്കകൾ, പൂവുകൾ, ചെടികൾ തുടങ്ങിയ പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കൾ നിർമ്മിച്ചിരുന്ന ഒരു കമ്പനിയാണ്. 1971 വരെ വേറൊരാൾ നടത്തിയിരുന്ന
ആ കമ്പനി ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണസ്ഥിതിയിലല്ല. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഏകദേശം അന്വേഷിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ എന്തായാലും അതിനിടയ്ക്കാണ് ഈ പുസ്തകം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, ഈ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബുക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് ഇതിന്റെ ഓവനിൽ വെച്ച് ഉണക്കിയെടുത്ത് ഒരു ആദ്യ പേജ് മറയ്ക്കാൻ രൂപത്തിലാക്കും. ആദ്യ പേജിൽ നിന്നും ഇവർക്ക് ഒരു നമ്പർ കിട്ടി. അത് ഒരിക്കലും പഴയ ഫോൺ നമ്പർ അല്ല, അതൊരു നമ്പറാണ്. ആ നമ്പർ അവർ അന്വേഷിച്ചപ്പോൾ അത് ഏകദേശം പണ്ട് ഏലിയൻ നമ്പർ എന്നറിയപ്പെട്ടിരുന്ന ഒരു നമ്പർ. ആ ഏലിയൻ നമ്പർ ഉപയോഗിച്ചിരുന്നത് ഇവിടെ വരുന്ന കുടിയേറ്റക്കാരായ ആളുകൾക്ക് നൽകിയിരുന്ന ഒരു നമ്പറാണ്. എന്തായാലും ഇതിൽ നിന്നും അവർക്ക് വളരെ സന്തോഷമായി. ഏലിയൻ നമ്പർ തപ്പിയെടുക്കുക എന്നത് അത്ര വലിയ കാര്യമല്ല, പഴയ അമേരിക്കയുടെ തന്നെ രേഖകളിൽ കാണാം. എന്നാൽ ഡിജിറ്റൽ ആക്കാത്ത ആ രേഖകളെല്ലാം തന്നെ തപ്പിയെടുക്കുക എന്നത് കുറച്ച് ശ്രമകരമായിരുന്നെങ്കിലും വളരെയധികം ആർജവത്തോടുകൂടി ഇവരത് ചെയ്തു. അങ്ങനെ ആ പേര് അവർക്ക് ലഭിച്ചു. അത് ഒരു എൽ സാൽവഡോർ എന്ന രാജ്യത്തിൽ നിന്നും വന്ന റെയ്ന അഞ്ജലീക്ക മെറോക്കിൻ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അന്നത്തെ 20 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ സ്ത്രീയുടെ കൃത്യമായ രേഖകൾ പിന്നീട് വന്നുകൊണ്ടിരുന്നു. ഇത് ചെറിയ പട്ടണത്തിൽ നടന്നിരുന്ന കാര്യം ഇതോടുകൂടി നാഷണൽ ലെവലിലേക്ക് വളർന്ന് എല്ലാ ചാനലുകളും ഈ വീടിന്റെ മുന്നിൽ തമ്പടിക്കുന്ന ഒരു സ്ഥിതി തന്നെ ഉണ്ടായി. ദിവസവും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം തന്നെ വലിയ ടീമിനെ തന്നെ ഈ വീടിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. പോലീസ് സ്റ്റേഷനും വീടും എല്ലാം പ്രഷർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കെയാണ് ആ പേര് ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. റെയ്ന അഞ്ജലീക്ക മെറോക്കിൻ എന്നത് എൽ സാൽവഡോറിൽ നിന്നും വന്ന ഒരു 26 വയസ്സുകാരിയായിരുന്നു. 1960കളിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത, എന്നാൽ അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന, ഫാഷൻ വസ്ത്രങ്ങളെ കുറിച്ച് നന്നായി ധാരണയുള്ള ഒരു പെൺകുട്ടി. അത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിരുന്ന അവരാണ് മെറോക്കിൻ. ആ മെറോക്കിന്റെ തിരോധാനം എന്ന് പറയുന്നത് ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 1966 വരെ അവരുടെ കുടുംബവുമായി നല്ല ബന്ധമായിരുന്നു എൽ സാൽവഡോറിൽ. പക്ഷെ ആ എൽ സാൽവഡോറിലെ ആ കുടുംബവുമായി 1966 ഈ എല്ലാ ഫോൺ കോളുകളും അല്ലെങ്കിൽ എല്ലാ കത്തുകളും പെട്ടെന്ന് അവസാനിക്കുകയായിരുന്നു. ആ കുടുംബം വിചാരിച്ചത് ആരെങ്കിലും വിവാഹം കഴിച്ച് അവരുടെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവർ ഇവരെ കോണ്ടാക്ട് ചെയ്യാത്തതായിരിക്കാം. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം തങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവർ എൽ സാൽവഡോറിൽ ഇരുന്നത്. എന്തായാലും എൽ സാൽവഡോറിൽ ഇവരുടെ വിവരങ്ങളെല്ലാം ഏകദേശം ശേഖരിക്കാൻ കഴിഞ്ഞെങ്കിലും ഇത് ഇനി ആരാണ് കൊന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നത് എന്ന കാര്യം ഇപ്പോഴും ഇവർക്ക് അനിശ്ചിതത്വത്തിലാണ്. അങ്ങനെ ഇരിക്കെ അഡ്രസ് ബുക്കിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഫോറൻസിക് ലാബിന് ലഭിച്ചു തുടങ്ങി. അതിലുള്ള ഫോൺ നമ്പറുകളിൽ പലതിലും ഇവർ കുത്തിയിരുന്ന് വിളിക്കുക എന്ന് പറയുന്നത് പോലെ നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരുന്നു. അതിലെ ഒരു 99.99% നമ്പറുകളെല്ലാം തന്നെ 30 കൊല്ലത്തിന് ശേഷം നിലനിൽക്കില്ല എന്ന് ഇവർക്ക് അറിയാം. എന്നിരുന്നാലും അത് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഒരു നമ്പറിലേക്ക് ഇവർക്ക് ഫോൺ ലഭിച്ചു. ആ ഫോണിന്റെ തലക്കൽ അവരൊരു സ്ത്രീ ഫോൺ എടുത്തു. ആ സ്ത്രീയുടെ പേര് ആ ഫോൺ നമ്പറിൽ ഉണ്ടായിരുന്ന, ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന അതേ പേര് തന്നെയായിരുന്നു, കാത്തി. ഈ കാത്തിയുടെ ഫോണിലേക്ക് വിളിച്ച് നിങ്ങൾ റെയ്ന അഞ്ജലീക്ക മെറോക്കിനെ അറിയുമോ എന്ന് ചോദിച്ചതും ആ സ്ത്രീ വളരെ പെട്ടെന്ന് ദുഃഖത്തോടു കൂടി ആർത്തലച്ച് കരയുകയായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, നീ എവിടെയാണ് എന്നായിരുന്നു ആദ്യമായി ചോദിച്ച ചോദ്യം. നിന്നെ ഞാൻ വളരെ അന്വേഷിച്ചു, ഒരിക്കൽ പോലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എന്തായാലും ഡിറ്റക്റ്റീവ് നേരെ കാത്തിയുടെ വീട്ടിലേക്ക് പോയി. കാത്തിയുടെ പ്രായമായ കാത്തിയുടെ ആ അവസ്ഥയിലും അവർ ആ പഴയ കാര്യങ്ങൾ എല്ലാം ഓർത്തെടുത്തു. ഞങ്ങൾ പണ്ട് ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് പരിചയപ്പെട്ട് ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിക്ക് ഒരാളുമായി പ്രണയം ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരു ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അത് മറച്ചു വെച്ചുകൊണ്ട് ഇവരുമായി പ്രണയത്തിലായി. അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടി അയാളിൽ നിന്നും ഗർഭിണിയായി. ഈ വിവരം അയാളെ അറിയിച്ചപ്പോൾ അയാൾ ആദ്യമെല്ലാം വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനമാണ് കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് അവസാന ഘട്ടത്തിൽ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതോട് കൂടിയിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്ന് കാത്തി പറയുന്നു. അങ്ങനെ ഈ മെറോക്കിൻ ഈ പെൺകുട്ടിയെ വഞ്ചിച്ച ഇയാളുടെ ഭാര്യയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദിവസം ഈ കാത്തിയെ ഫോണിൽ വിളിച്ച് ഈ മെറോക്കിൻ പറഞ്ഞു, ഞാൻ അകപ്പെട്ടു, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് എന്നെ വന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ഫോൺ കോൾ വന്നത്.
എന്നാണ് ഈ കാറ്റി പറഞ്ഞത്. വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് പറയാൻ ചെന്നപ്പോൾ നിങ്ങൾ മെറോക്കിന്റെ ആരുമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്നായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ അന്ന് പറഞ്ഞത്. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം യാതൊരു വിവരങ്ങളും ഇല്ലാത്തതോടുകൂടി പിന്നീട് ഈ കാറ്റി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ എല്ലാം മറന്നിരിക്കുന്ന കാലത്താണ് ഈ ഫോൺ വരുന്നത്. ഈ ഡിറ്റക്റ്റീവ് വീടിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നു. എന്തായാലും മുനിസിപ്പാലിറ്റിയിൽ പോയി വീടിന്റെ കൂടുതൽ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോൾ അതിലെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ഭാഗം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിന് തൊട്ട് മുൻപുള്ള ഒരു ഉടമസ്ഥനാണ് എന്ന് കാണുന്നു. ആ ഉടമസ്ഥനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് ആ എക്സ്റ്റൻഷൻ ഇയാൾ വരുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്നു. എന്നാൽ അതിന് ആവശ്യമായ രേഖകളില്ലാത്തതിനാൽ അത് പോയി മുനിസിപ്പാലിറ്റിയിൽ പോയി അപ്രൂവൽ വാങ്ങിക്കൊണ്ടുവന്ന് അതിന്റെ എക്സ്റ്റൻഷൻ എടുത്തത് ഇയാളാണ്. ഇയാൾ സമ്മതിക്കുന്നു. എന്നാൽ ആ എക്സ്റ്റൻഷൻ അതായത് അനുമതി നൽകിയത് ഇയാൾക്കാണെങ്കിലും ആ എക്സ്റ്റൻഷൻ നിർമ്മിച്ചത് ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥന്റെ പേര് അന്വേഷിച്ചു പോകുമ്പോഴാണ് അത് എൽക്കിൻ ആണ് എന്ന് തിരിച്ചറിയുന്നത്. ഹോവാർഡ് ബി എൽക്കിൻ. അഞ്ജലിക്ക മെറോക്കിന്റെ സുഹൃത്ത് കാറ്റി പറഞ്ഞ കഥയിലെ ആൾ ഒരു പ്ലാസ്റ്റിക് കമ്പനി നടത്തുകയായിരുന്നു എന്നതാണ് ഡിറ്റക്റ്റീവിന് കിട്ടിയ ഏറ്റവും വലിയ വിവരം. എന്തായാലും ആ പ്ലാസ്റ്റിക് കമ്പനിയുടെ ഈ ഒരു ബാരലിൽ നിന്ന് തന്നെയാണല്ലോ ഇത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് കമ്പനിയിൽ പോയി അന്വേഷിക്കുക. എന്തായാലും ആ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് തൊട്ട് മുൻപ് ആ വ്യക്തിയുടെ സുഹൃത്തിനെ കൂടെ ഒരു കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ആ സുഹൃത്തിന് നല്ല ഓർമ്മശക്തിയായിരുന്നു. ആ സുഹൃത്ത് കണ്ടപ്പോൾ തന്നെ ഈ കാര്യം ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ബാരൽ തന്നെയാണ്, ഇത് ഞങ്ങൾ പണ്ട് 1966 ഉപയോഗിച്ചിരുന്ന ഒരു ബാരലാണ്, അത് ഇത്തരത്തിലുള്ള ബാരലിലാണ് പ്ലാസ്റ്റിക് ഡൈ വരുന്നത്. ഞങ്ങൾ ഈ ബാരലിലെ പ്ലാസ്റ്റിക് ഡൈ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് പൂവുകളും സാധനങ്ങളും നിർമ്മിച്ചത്. ഞങ്ങൾ പിന്നീട് 1971 ഇതിന്റെ പാർട്ട്ണർ ഈ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് ഇത് പറഞ്ഞത്. ആ പാർട്ട്ണറുടെ പേര് ഹോവാർഡ് ബി എൽക്കിൻ. ഹോവാർഡ് ബി എൽക്കിൻ എന്ന ഈ പാർട്ട്ണർക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ പല്ല് ഏതോ സ്വർണത്തിൽ കെട്ടിച്ച തരത്തിലുള്ള ഒരു പല്ലായിരുന്നു. ഏതോ രാജ്യമെന്ന് എനിക്ക് ഓർമ്മയില്ല, ബ്രസീലോ സാൽവഡോറോ അങ്ങനെ ഏതോ ഒരു രാജ്യത്ത് നിന്നും വന്നതാണ് എന്ന് ആണ് ഈ പാർട്ട്ണറുടെ സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെ എന്തായാലും പോലീസ് നേരെ ഈ എൽക്കിന്റെ വീട്ടിലേക്ക് പോകും. എൽക്കിൻ ഒരു 70 കഴിഞ്ഞ സമയം. എൽക്കിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് എൽക്കിൻ ഈ ബാരലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ ഉപയോഗിക്കാറില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഈ എൽക്കിന്റെ വായിൽ നിന്നും വീണു, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, ആളെ എങ്ങനെയാണെന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല എന്നൊക്കെയാണ് എൽക്കിൻ പറഞ്ഞത്. എന്തായാലും എൽക്കിന്റെ DNA സാമ്പിൾ എടുത്ത് ഈ കുട്ടിയുടെ, അതായത് വയറിൽ കിടക്കുന്ന 9 മാസം പ്രായമുള്ള കുട്ടിയുടെ ജഡവുമായി ഒത്തുനോക്കാം എന്ന് ഡിറ്റക്റ്റീവിന് കൊടുത്തു. അങ്ങനെ ഈ DNA സാമ്പിൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാറണ്ട് സ്വീകരിക്കാൻ വേണ്ടി ഇയാൾ പോയ സമയത്ത് ഈ എൽക്കിൻ കാർ എടുത്തുകൊണ്ട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഫോർഡ് എക്സ്പ്ലോറർ എന്ന കാറിൽ വെച്ച് 12 ഗേജ് റൗണ്ട് ഷോട്ട് ഗൺ ഉപയോഗിച്ച് തന്റെ തലയിൽ വെടിവെച്ച് ഇയാൾ ആ ഫോർഡിൽ കാറിൽ വെച്ച് മരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ധാരണ കിട്ടി, ഇയാൾ തന്നെ ആയിരിക്കാം കൊന്നത്. എന്തായാലും പോലീസ് ഇയാളുടെ ശരീരത്തിൽ നിന്നും DNA എടുത്ത് ആ സാമ്പിളുമായി മാച്ച് ചെയ്ത് നോക്കും. കൃത്യമായ സാമ്പിൾ മാച്ചിങ്. എന്തായാലും കൊല്ലപ്പെട്ട വ്യക്തിയെയും കൊന്ന ആളെയും കണ്ടുപിടിച്ചെങ്കിലും ഇവരെല്ലാം മരണപ്പെട്ടതിനാൽ കേസ് അവസാനിപ്പിക്കുകയല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ എന്തായിരിക്കും ഇതിന് കാരണം? ഈ കാരണം ഇവരുടെ ഈ ഒരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഈ അഞ്ജലിക്ക മെറോക്കിൻ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആ പ്ലാസ്റ്റിക് ഡൈയുടെ കമ്പനിയിലേക്ക് വിളിച്ച് അവരുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്ന് ആ ബാരലിലിട്ട് ഇവരെ ഏതെങ്കിലും കടലിൽ ഒഴുക്കാനുള്ള പ്ലാൻ ആയിരിക്കണം ഉണ്ടായിരുന്നിരിക്കുക. അങ്ങനെ ആ പ്ലാൻ പാളിപ്പോയത് ഇതിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡൈയും ഈ പ്ലാസ്റ്റിക് പെല്ലറ്റും എല്ലാം കൂടി നിറച്ചപ്പോഴാണ് ഇതിന്റെ വെയിറ്റ് കാരണം എടുത്തു പൊക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ആ ഒരു വീടിന്റെ ഏതോ ഒരു അടിഭാഗത്ത് ഇവർ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് അത് പല ആളുകൾ വന്ന് അത് കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ വിടുന്നത്. ഇത് 30 കൊല്ലത്തിന് ശേഷം ഇത് തെളിയിക്കപ്പെട്ട കാര്യം തന്നെ ആളുകൾക്കും അത്ഭുതമായി. എന്തായാലും എൽ സാൽവഡോറിലെ
ഈ മൃതദേഹം എത്തിക്കുക എന്നത് ഈ ഡിക്റ്റേറ്റീവിന് ഒരു വലിയ കടമ്പയായിരുന്നു. അവിടെയുള്ള കുടുംബത്തെ കണ്ടുപിടിച്ച് അതിന്റെ മാതാവിനെ കണ്ടുപിടിച്ച് ഇത് അവിടെ എത്തിക്കണം, ഈ മൃതദേഹം. എന്തായാലും അവിടെയുള്ള ഒരു വലിയ ഒരു പത്രപ്രവർത്തകനായിരുന്നു ഓസ്കാർ. അങ്ങനെ ആ ഓസ്കാറിനെ എൽ സാൽവഡോറിൽ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി, ഇവരുടെ കുടുംബത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ഓസ്കാർ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാവിന് 90 വയസ്സ് കഴിഞ്ഞിരുന്നു. ആ 90 വയസ്സ് കഴിഞ്ഞ മാതാവിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുന്ന സമയം. അന്ന് അവിടെ ആ വീട്ടുകാർ വിചാരിച്ചത് ഇത്രയും പ്രായമായ ഒരാളുടെ പരിപാടി നടക്കുന്നതിനാൽ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങൾ എത്തിപ്പെട്ടായിരിക്കണം. എന്നാൽ ഒന്ന് മാറ്റി നിർത്തി ഇവരോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോഴാണ് ആ മാതാവ് വിതുമ്പി ആ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഉറക്കത്തിൽ എൻ്റെ പെൺകുട്ടി ഒരു ബാരലിനുള്ളിൽ പെട്ട് ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു. ആ മാതാവ് ഈ മൃതദേഹം സംസ്കരിച്ച് 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ മാതാവ് മരിക്കുന്നു. അങ്ങനെ തൊട്ടടുത്ത് തന്നെ, മകളുടെ തൊട്ടടുത്ത് ഈ മാതാവിനെയും സംസ്കരിക്കുന്നു.